വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മഹത്വ്യക്തിത്വങ്ങളെ, ഈ ആവർദാനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഈ സദസ്സിൽ സമ്പുഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്ഷേമവിശ്വര്യവും സമാധാനവും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുന്നു. 1970 നാടുവിട്ട വ്യക്തിയാണ്. ആ നാടുവിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവം ചെറുപ്പം മുതലേ വളർന്നത് എന്നിലുണ്ടായിരുന്നു. 13 വയസ്സുള്ളപ്പോൾ ഭാരത് സേവക് സമാജിൻ്റെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നാഷണൽ സേവിങ്സ് സ്കീം പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്വഭാവം എൻ്റെ പ്രിയപ്പെട്ട മാതാവ് സ്നേഹപൂർവ്വം നൽകിയ 10 രൂപയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ക്യാപിറ്റൽ. അതുകൊണ്ട് സ്റ്റാമ്പുകൾ മേടിച്ച്, നാഷണൽ സേവിങ്സ് സ്റ്റാമ്പുകൾ മേടിച്ച് ബസ്സിന് പോവാതെ നമുക്ക് നടന്ന് സ്കൂളിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അത് സേവ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരു സ്വഭാവം. ഞാൻ വളരുമ്പോൾ ആ സ്വഭാവം വളർന്നു. 1970 ജൂലൈ 20 ഷാർജയിൽ എത്തിയപ്പോൾ ഞാൻ കാണുന്നത്, അന്ന് 15 വർഷം ഗൾഫിൽ ജീവിച്ച 2 വ്യക്തിത്വങ്ങൾ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റിന് പൈസ ഇല്ലാതെ ഇരിക്കുന്ന ചിത്രമാണ്. അത് കണ്ടപ്പോൾ എന്താണ് ഈ പ്രശ്നമെന്ന് അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്, കിട്ടുന്ന പണമെല്ലാം നാട്ടിലേക്ക് അയക്കുകയും ഒന്നും തന്നെ മിച്ചമില്ലാതെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതേസമയം ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കുക. അന്ന് ഞാൻ കണ്ടിരുന്നത് 1 ലക്ഷത്തിൽ താഴെ പ്രവാസികളെയാണ് UAE മൊത്തം ഉണ്ടായിരുന്നത്. ഇന്ന് 2.7 മില്യൺ പ്രവാസികളാണ് അവിടെ ഉള്ളത്. കേരള സർക്കാർ നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയ, സെൻസസിൽ മനസ്സിലാക്കിയത് 1.65 മില്യൺ പ്രവാസികളുണ്ടെന്നാണ്. ആ കണക്ക് പരിപൂർണമായി തെറ്റാണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം 2.7 മില്യൺ ഇന്ത്യക്കാർ UAE-യിലും 3 മില്യണോളം സൗദി അറേബ്യയിലും ഉള്ളതിൽ 40% മലയാളികളാണെന്ന് രേഖാമൂലം അറിയാവുന്ന സത്യമാണ് എങ്കിൽ ഈ 2 നാടുകളിൽ കൂടി കണക്കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ സംഖ്യയിൽ കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നുണ്ട് എന്ന് വ്യക്തമാകും. എൻ്റെ സുഹൃത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2014 1 ലക്ഷം കോടി രൂപയാണ് ഈ പ്രവാസികൾ, വിദേശത്ത് ജീവിക്കുന്ന മലയാളികൾ കേരളത്തിലേക്ക് അയച്ചത്. 2016 70,000 കോടി രൂപ അയച്ചു എന്ന് പറയുമ്പോൾ പ്രതിദിനം 191 കോടി രൂപയാണ് ഇവിടെ വരുന്നത്. ഇതിനോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു സംഭവം, ഞാൻ 2001 പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് എന്നൊരു സ്ഥാപനം സ്ഥാപിച്ച് ഒരു സർവേ നടത്തിയപ്പോൾ 10,100 പേർ പങ്കെടുത്തപ്പോൾ അവരിൽ 5% പേർ മാത്രമാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം പറഞ്ഞത് കേവലം 5% പേർ. അതിസമ്പന്നരായിട്ടുള്ള പ്രവാസികൾ അതിൽപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ വരുമാനക്കാർ, മധ്യവരുമാനക്കാർ, അപ്പർ മിഡിൽ ഇൻകം സെഗ്മെന്റ് എന്ന് പറയുന്ന സെഗ്മെന്റിനെ മാത്രമേ അതിൽപ്പെടുത്തിയിട്ടുള്ളൂ. അവരാണ് 65% വരുന്ന പ്രവാസികൾ. കേരളത്തിലേക്ക് അയക്കുന്ന പണത്തിന്റെ 70% അവരിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തിൽ കാലുകുത്തിയ ഏതൊരു മനുഷ്യനും സമ്പന്ന സംസ്ഥാനം എന്ന ചിത്രമാണ് നമുക്ക് കാണുന്നത്. അതേസമയം ഗൾഫിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കേരള സംസ്ഥാനത്തിന്റെ അവസ്ഥ സോമാലിയേക്കാൾ അധപ്പതിച്ചതായി തീരും എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ കൃഷി പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. വ്യവസായ വിഭവങ്ങൾ
താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ പണത്തിന്റെ പ്രയാണം കേരളത്തിലേക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കുക. കേരളത്തിന്റെ ശമ്പളവും പെൻഷനും KSRTCയുടെ കുടിശ്ശികയും കൊടുക്കുവാൻ പോലുള്ള പണം പോലും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥാവിശേഷം സംജാതമായാൽ എന്തായിരിക്കും സംസ്ഥാനത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിക്കുക. ഇവിടെ ഇത്രയും പണം വന്നതിൽ നിന്ന് മറ്റൊരു കണക്കും കൂടെ സൂചിപ്പിക്കുകയാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കഴിഞ്ഞ 14 വർഷത്തിൽ ഇവിടെ 8 കോടി രൂപ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ഓരോ വർഷവും 10% മിച്ചമുണ്ടാവുകയാണെങ്കിൽ ഇന്ന് ബാങ്കുകളിൽ 4 ലക്ഷം കോടിയിൽ കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ബാലൻസ് ഉള്ളത് 1.4 കോടി 1.4 ലക്ഷം കോടി മാത്രമാണ് ബാങ്കിലുള്ളത്. അതുകൊണ്ട് അത്ര തുച്ഛമായ കാര്യമാണ് ബാക്കി വരുന്നത്. ബാക്കി എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. 4 മാസം മുമ്പാണ് റിസർവ് ബാങ്കിന്റെ ഒരു കണക്ക് വന്നത്. ആ കണക്കിൽ വ്യക്തമായി പറഞ്ഞു ഓരോ സംസ്ഥാനത്തിന്റെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന്. കേരളത്തിലെ 78% ഹൗസ് ഹോൾഡ് എക്സ്പെൻസിന്റെയും ഉപയോഗം റിയൽ എസ്റ്റേറ്റിലാണ്. 13% ഉപയോഗിക്കുന്നത് സ്വർണത്തിലാണ്. 2014 ഇന്ത്യ മഹാരാജ്യം 1000 ടൺ സ്വർണം ഉപയോഗിച്ച സന്ദർഭത്തിൽ 3% മാത്രം ജനസംഖ്യയുള്ള ഇന്ത്യയുടെ 3% മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ ആ ചെലവാക്കിയതിന്റെ 20% ഈ സംസ്ഥാനം ചെലവാക്കിയത് എന്ന് പറയുമ്പോൾ 200 ടൺ. ഇതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അതിദയനീയമായ അവസ്ഥ. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം പ്രവാസികളായുള്ള എല്ലാവരിലും സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തികമായിട്ട് ഉള്ള പ്ലാനിങ്, സമ്പാദ്യശീലം, നിക്ഷേപശീലം ഇത് ഉണ്ടാക്കി ഓരോ പ്രവാസിയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം നൽകുക എന്നുള്ളതാണ്. തൽഫലമായി ലക്ഷക്കണക്കിന് പ്രവാസികൾ ഇന്ന് കേരളത്തിൽ സസന്തോഷം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും. ഒരു ഫിഗർ പറഞ്ഞാൽ 1983 വെറും 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ കയ്യിൽ ഇന്നുള്ളത് 1.5 കോടി രൂപയാണ്. ആ കാലഘട്ടത്തിൽ 50,000 രൂപ നിക്ഷേപിച്ച ഒരു വ്യക്തിയുടെ കയ്യിലുള്ളത് 2.5 കോടി രൂപയാണ്. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാവും. ഉത്തരം നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം, സംസാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അവസരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളമുണ്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇത് മാത്രമാണ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം. ഒരാൾക്കും ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് സമ്പാദിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. എന്ത് സമ്പാദിക്കണമെന്ന് പ്രവാസികളായാലും അവരാശ്രയിച്ച് ജീവിക്കുന്ന നാട്ടുകാരായാലും തീരുമാനിക്കണം. അതാദ്യം മാറ്റിവെക്കുക. ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അതിന് കുടുംബ ബഡ്ജറ്റ് ഉണ്ടാവണം, വ്യക്തിഗതമായ ബഡ്ജറ്റ് ഉണ്ടാവണം. എല്ലാവർക്കും സാധിക്കും. ഈ ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ 16 വർഷം 427 ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ളത്. ആ ക്ലാസുകൾ നടത്തിയതിൽ 1 മാത്രമാണ് ഞാൻ നേതൃത്വം നൽകി നടത്തിയിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം വിവിധ സംഘടനകൾ എന്നെ വിളിച്ച് നടത്തിച്ചിട്ടുള്ളതാണ്. അവർക്ക് അതിന്റെ ഫലമറിയാം. കഴിഞ്ഞ 17 വർഷമായി ഏഷ്യാനെറ്റ് റേഡിയോയിൽ ലൈവ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ആളുകൾ വിളിച്ച് അനുഭവങ്ങൾ പ്രതിപാദിക്കും. ഞങ്ങൾ ഇങ്ങനെ ശീലിച്ചു, അതിന്റെ ഫലമായി ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു, ഞങ്ങളുടെ കുടുംബവും സുഖമായി ജീവിക്കുന്നു. അവിടെയുള്ള മലയാളം ചാനൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ ആഴ്ചയും എൻ്റെ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ജനം ടി വിയിൽ കഴിഞ്ഞ 16 എപ്പിസോഡുകളായിട്ട് എൻ്റെ പ്രോഗ്രാം ഉണ്ട്, പലരും കണ്ടുകതാണ്. ഇതിലെല്ലാം നടക്കുന്നത് ഈ ബോധവൽക്കരണമാണ്. അതിൻ്റെ ഫലസിദ്ധിയാണ് 72 വയസ്സുള്ള എനിക്ക് ഇത് ചെയ്യുവാനുള്ള ശക്തിയും പ്രചോദനവും ലഭിക്കുന്നത്. ഫലം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നോയൽ തോമസ് നോർക്കയുടെ CEO ആയിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത് എൻ്റെ ക്ലാസ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിനോട് അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമില്ല, 10 മിനിറ്റ് ഞാൻ ചെലവാക്കാം. ആ വ്യക്തി ആ ക്ലാസ് അവസാനിക്കുന്നത് വരെ ഇരുന്ന് ആണ് തിരിച്ചു പോയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോർക്ക ഇത് ഏറ്റെടുക്കാം. ഞാൻ അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്തു, 1 മാസത്തിൽ എൻ്റെ ചെലവിൽ ഞാൻ വരാം കേരളത്തിലേക്ക്. ഇവിടെ വേണമെങ്കിലും നോർക്കയുടെ പേരിൽ ക്ലാസുകൾ നടത്താം. ഓരോ ജില്ലാ തലസ്ഥാനങ്ങളിലും പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നടത്താം എന്ന് പറഞ്ഞപ്പോൾ കോട്ടയ്ക്കൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഏർപ്പെടുത്തി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഗൾഫ് റിട്ടേണീസിനെ മാത്രമാണ്. അവർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കേണ്ടത് പ്രവാസിയുടെ കുടുംബങ്ങളാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവർക്കതിൽ താല്പര്യമില്ല. ഞാൻ എൻ്റെ ചെലവിൽ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും അതിൽ താല്പര്യമില്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ട് 427 52 നടത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത്, നിങ്ങളിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടെങ്കിലും പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഞാൻ ഈ പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കണം. യൂട്യൂബിൽ ധാരാളം എൻ്റെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ അത് അവർക്ക് സന്ദേശമായിട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ മാറ്റം വരുത്തണം. ആ മാറ്റം വന്നില്ലെങ്കിൽ കേരളം അതിദാരുണമായ അവസ്ഥ നേരിടേണ്ടതായി വരും. നമുക്കറിയില്ല കുവൈത്ത് എന്തു സംഭവിച്ചു എന്ന്. ഒരു സുപ്രഭാതത്തിൽ പ്രതീക്ഷയോട് നേരം പുലർന്നപ്പോൾ എല്ലാവരും ഓടേണ്ട അവസ്ഥാവിശേഷമാണ്, ഇട്ടെറിഞ്ഞു പോകേണ്ട അവസ്ഥാവിശേഷമാണ്. നമ്മുടേതല്ലാത്തൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏത് സമയത്തും എന്തും സംഭവിക്കാം, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഇത്രയും പണം ഉണ്ടാവുന്നു, പണം വരുന്നു എന്ന് അഹങ്കരിക്കാതെ അത് ഉപയോഗപ്രദമാക്കുവാനുള്ള വ്യക്തിഗതമായും ഒരു കുടുംബം എന്നുള്ള നിലയ്ക്കും സർക്കാർ എന്ന നിലയ്ക്കും അതിനുള്ള സംരംഭങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും, ഇങ്ങനെ ഒരു വിനീതനായ ഒരു വ്യക്തിത്വത്തെ ഇവിടെ ഈ ഒരു അവാർഡ് നൽകുവാൻ വേണ്ടി ക്ഷണിക്കുക മാത്രമല്ല 16 17 തവണ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ഈ മാന്യത. പക്ഷെ അദ്ദേഹത്തിൻ്റെ മഹത്വം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ അവാർഡ് ജേതാക്കളും ഞാൻ ഈ സന്ദർഭത്തിൽ വളരെയധികം ശ്ലാഘനീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ മനുഷ്യൻ തന്നിട്ടുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ അർപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നും എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും കുഞ്ഞു സാഹിബിന് ഇതുപോലെ ഇനിയും 100 പ്രോഗ്രാമുകൾ ചെയ്യുവാൻ ശക്തിയും ശേഷിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.